ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ നെസ്റ്റഡ് ലൂപ്പും നെസ്റ്റഡ് ഇഫൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, അതേപോലെ അതായത് എന്തായിരുന്നു, ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് വരും, അതുപോലെ ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരും അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഡു വൈൽ എന്ന് പറയുന്ന ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പ്ലേസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വരുമ്പോഴാണ് നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഇൻപുട്ട് 2 numbers ആൻഡ് പെർഫോം ആൻ അർത്തമെറ്റിക് ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ യൂസേഴ്സ് ചോയ്സ്. ക്വസ്റ്റ്യൻ എന്താ, അതായത് 2 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യുക, എന്നിട്ട് യൂസറിൻ്റെ ചോയ്സിനനുസരിച്ചിട്ടുള്ള അർത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അർത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്, ഇതാണ് അർത്തമെറ്റിക് ഓപ്പറേഷൻസ്. അപ്പോൾ 2 നമ്പേഴ്സിനെ യൂസർ തന്നെ കൊടുക്കുന്നു, പിന്നെ നമ്മൾ ചൂസ് ചെയ്യുക അത് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ പ്ലസ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കിട്ടും, മൈനസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടും, ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടും, ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഹെഡേഴ്സ് എഴുതി, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്, വാരിയബിൾസിനൊക്കെ ഡിക്ലെയർ ചെയ്യണം അല്ലേ. നമുക്ക് എത്ര വാരിയബിൾസ് ഇവിടെ വേണം, 2 നമ്പേഴ്സിനെ കൊടുക്കാനായിട്ട് 2 വാരിയബിൾസ് നമുക്ക് വേണം അല്ലേ. പിന്നെ ഒരു വാരിയബിൾ കൂടെ വേണം. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ചൂസ് ചെയ്യണ്ടേ ഏത് ഓപ്പറേറ്ററാണെന്ന് ചൂസ് ചെയ്യണ്ടേ, പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ ഡിവിഷൻ ആണോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു വാരിയബിൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം CH എന്ന് ഡിക്ലെയർ ചെയ്തു. CH എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പറേറ്റർ ഏതാണോ അതിനെ ഹോൾഡ് ചെയ്യാനുള്ള വാരിയബിളാണ്. അത് ക്യാരക്ടർ ആയതുകൊണ്ട് CH എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് നമ്പേഴ്സിനെ വേണം അല്ലേ, നമ്മളെന്താ ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഫ്ലോട്ട് N1 N2 2 നമ്പേഴ്സിനെയും വേണ്ടിയിട്ടുള്ള വാരിയബിൾസും ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം, സി ഔട്ടിൽ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു, സീനിൽ നമ്മൾ N1ഉം N2ഉം എൻ്റർ ചെയ്തു. അവർക്കുള്ള വാല്യൂസ് എന്താണ് അത് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ ഓപ്പറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് കിട്ടണം. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡൂയിൽ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഡൂവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സി ഔട്ടിൽ നമ്പർ 1 N1 നമ്പർ 2 N2, അതായത് എന്താണ് നമ്പർ 1ഉം എന്താണ് നമ്പർ 2 നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്പർ 1 എത്രയാണെന്നും വരും, നമ്പർ 2 നമ്മൾ എൻ്റർ ചെയ്ത് എത്രയാണെന്നും കാണിച്ചു തന്നു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, സി ഔട്ടിൽ തന്നെ ഒരു കാര്യം പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്, ഓപ്പറേറ്റർ മെനു. അതായത് ഏത് ഓപ്പറേറ്ററാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, ആ ഓപ്പറേറ്റേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ മെനു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും വെച്ചു. അതിൻ്റെ താഴെ ഓപ്പറേറ്റേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യാണ്. സി ഔട്ടിൽ എന്താണ് 1, അതായത് 1 അഡീഷൻ, അതുപോലെ നെക്സ്റ്റ് സി ഔട്ടിൽ 2 സബ്ട്രാക്ഷൻ, നെക്സ്റ്റ് സി ഔട്ടിൽ 3 മൾട്ടിപ്ലിക്കേഷൻ, നെക്സ്റ്റ് സി ഔട്ടിൽ 4 ഡിവിഷൻ, നെക്സ്റ്റ് സി ഔട്ടിൽ 5 എക്സിറ്റ് ഇ എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡീഷന് ബ്രാക്കറ്റിൽ പ്ലസും, സബ്ട്രാക്ഷന് ബ്രാക്കറ്റിൽ മൈനസും, മൾട്ടിപ്ലിക്കേഷന് ബ്രാക്കറ്റിൽ ഇൻറ്റുവും, ഡിവിഷന് ബ്രാക്കറ്റിൽ ഡിവൈഡർ അതും, അതുപോലെ എക്സിറ്റിന് ബ്രാക്കറ്റിൽ ഇയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് കാണിച്ചിരിക്കുകയാണ്, ഒരു മെസ്സേജ് പോലെ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നെങ്കിലോ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും, മൈനസ് ആണ് പ്രസ് ചെയ്യുന്നെങ്കിലോ സബ്ട്രാക്ട് ചെയ്ത് കിട്ടും, ഇൻറ്റു ആണ് പ്രസ് ചെയ്യുന്നെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, ഡിവിഷനാണ് പ്രസ് ചെയ്തിട്ടെങ്കിലോ ഡിവൈഡ് ചെയ്ത് കിട്ടും, ഇ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്പറേഷൻ അവിടെ എക്സിറ്റ് ചെയ്യും, പിന്നെ ഒന്നും പെർഫോം ചെയ്യില്ല. ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തത്, നമ്പർ 1 എത്രയാണെന്നും നമ്പർ 2 എത്രയാണെന്നും കാണിച്ചു, ഓപ്പറേറ്റർ മെനു എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു വെച്ചിട്ടു. ഇനി നെക്സ്റ്റ് സി ഔട്ടിൽ എന്താ പറയുന്നത്, എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ ഓപ്പറേറ്റർ. എന്താ ഒരു മെസ്സേജ് വെച്ചിട്ടുള്ളത്, ഒന്നുകിൽ അതായത് ഓപ്ഷൻ നമ്പേഴ്സ്, അതായത് 1 2 3 4 5 ഇല്ലേ, ആ ഓപ്ഷൻ നമ്പർ എത്രയാണോ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എത്രയാണോ ഏതാണോ ബ്രാക്കറ്റിലുള്ള ഓപ്പറേറ്റർ ഏതാണോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ 1 പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആഡ് ചെയ്ത് കിട്ടും, പ്ലസ് പ്രസ് ചെയ്യുകയാണെങ്കിലും ആഡ് ചെയ്ത് കിട്ടും, 2 പ്രസ് ചെയ്യുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടും, മൈനസ് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് തന്നെ കിട്ടും, അതുപോലെ 3 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ ഇൻറ്റു ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യും, അതുപോലെ 4 ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യും, ഡിവൈഡർ ആണെങ്കിലും ഡിവൈഡ് ചെയ്യും, 5 പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും,
ഈ പ്രസ് ചെയ്യുകയാണെങ്കിലും എക്സിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഉദ്ദേശം, ആ ഒരു ലൈനിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സി ഔട്ടിൽ എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ ഓപ്പറേറ്റർ എന്ന് നമ്മളൊരു മെസ്സേജ് കൊടുത്തു. അതെന്താണോ കൊടുക്കുന്നത് അത് ഇതിന് കിട്ടും, സി എച്ചിലേക്കാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ സീനിൽ സി എച്ച് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേറ്റർ ആണെങ്കിലും നമ്പർ ആണെങ്കിലും ഏതാണോ അത് സി എച്ചിലേക്കാണ് വരിക. ഇനി എന്താ ചെയ്യുന്നത്, നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. നമ്മൾ കൊടുക്കുന്നത് 1 ആണോ 2 ആണോ അതോ പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു. അപ്പോൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ എന്തിനെ പാസ് ചെയ്തു, സി എച്ചിനെ പാസ് ചെയ്തു. ഇനി ആ സി എച്ച് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ ചെക്ക് ചെയ്യാണ്, ഫസ്റ്റ് കേസ് 1 ആണോ അതോ കേസ് പ്ലസ് ആണോ എന്ന് നോക്കുകയാണ്. കേസ് 1 അല്ലെങ്കിൽ കേസ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സി ഔട്ടിൽ N1 + N2 ചെയ്ത് റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്തു. N1 + N2 എന്ന് പ്രിൻറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. 1ഉം പ്ലസും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അഡീഷന് വേണ്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സി ഔട്ടിൽ N1 + N2 എന്ന് എഴുതി = N1 + N2 എത്രയാണോ ആ റിസൾട്ടിനെ അവിടെ വെച്ചു, ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് കേസിൽ എന്താ വേണ്ടത്, കേസ് 2 ആണോ അതോ കേസ് മൈനസ് ആണോ നോക്കി. ആണെങ്കിൽ സി ഔട്ടിൽ N1 - N2 എന്ന് എഴുതി റിസൾട്ട് N1 - N2 എന്ന് റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് അതിന് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് കേസ് 3 ആണോ അതോ കേസ് ഇൻറ്റു ആണോ നോക്കി. ആണെങ്കിൽ സി ഔട്ടിൽ N1 × N2 എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് N1 × N2 എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്തു, ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് കേസ് 4 ആണോ അതോ ഡിവൈഡർ ആണോ നോക്കി. ആണെങ്കിൽ സി ഔട്ടിൽ N1 / N2 എന്ന് എഴുതി N1/N2 എത്രയാണോ അത് പ്രിൻറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് കേസ് 5 ആണോ അതോ കേസ് ക്യാപിറ്റൽ ഇ ആണോ ഒന്നുകൂടെ നോക്കുന്നുണ്ട്, കേസ് സ്മോൾ ലെറ്റർ ഇ ആണോ എന്നുകൂടെ നോക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സി ഔട്ടിൽ എന്ത് ചെയ്തു, താങ്ക് യു ഫോർ യൂസിങ് ദ പ്രോഗ്രാം അല്ലേ, ജസ്റ്റ് എക്സിറ്റ് ചെയ്യാനുള്ളൊരു മെസ്സേജായിട്ട് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ യൂസിങ് ദ പ്രോഗ്രാം എന്ന് എഴുതി ബ്രേക്ക് ചെയ്തു. ഡീഫോൾട്ട് ഇതൊന്നുമല്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ് പ്രസ് ചെയ്തെങ്കിലോ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് വേണ്ടേ. അപ്പോൾ ഡീഫോൾട്ടിൽ എന്ത് എഴുതി, സി ഔട്ടിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് എഴുതി. സ്വിച്ചിൻ്റെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡൂവൈലല്ലേ, ഡൂല് നമ്മൾ ചെയ്തല്ലേ, ഡൂല് ചെയ്ത് കഴിഞ്ഞ് ഡൂന്ന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഈ ഒരു ഓപ്പറേഷൻ നടക്കണോ വേണ്ടയോ എന്ന് നോക്കണ്ടേ. അതായത് എക്സിറ്റ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈലിൽ എന്ത് കണ്ടീഷൻ എഴുതി, CH ≠ 5 ആൻഡ് CH ≠ capital E ആൻഡ് CH ≠ സ്മോൾ ലെറ്റർ ഇ. അതായത് ഇവിടെ എന്താ നോക്കുന്നത്, 5ഓ അതോ ക്യാപിറ്റൽ ഇയോ അതോ സ്മോൾ ലെറ്റർ ഇയോ നമ്മൾ പ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ, CHൽ വേറെ എന്തെങ്കിലും ആണ് ഉള്ളതെങ്കിൽ വീണ്ടും എന്താ ഡൂയിലേക്ക് പോയി ഇപ്പം നമ്മൾ ചെയ്ത ഓപ്പറേഷൻ വീണ്ടും ചെയ്യും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് വൈലിൽ ആ കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. ഡൂ വൈലിൽ എന്താണ്, വൈൽ എന്തിനു വേണ്ടിയിട്ട്, ഡൂ വൈലിലെ വൈൽ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ആ ഡൂ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണോ നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലസ്സോ മൈനസോ ഒക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നെക്സ്റ്റ് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യും. എങ്ങാനും നമ്മൾ ഇയോ അല്ലെങ്കിൽ 5 എന്തെങ്കിലും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ വൈലിൽ ഈ ഒരു കണ്ടീഷൻ എഴുതിയത്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ ഇയോ 5ഓ ഒന്നും പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യും. എപ്പോഴാണോ ഇയോ ഒക്കെ പ്രസ് ചെയ്യണത് അപ്പോൾ മാത്രം അത് എക്സിറ്റ് ചെയ്തിട്ട് പോരും. എന്നിട്ട് ലാസ്റ്റ് റിട്ടേൺ 0 പറയാം. നെക്സ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തന്നിരിക്കുകയാണ്. ഔട്ട്പുട്ടിൽ എന്താ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു, 25ഉം 4ഉം എൻ്റർ ചെയ്തു. അപ്പോൾ നമ്പർ 1ഉം നമ്പർ 2ഉം ഡിസ്പ്ലേ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഓപ്പറേറ്റർ മെനു എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ മെനു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ ഓപ്പറേറ്റർ. അപ്പോൾ 1 കൊടുത്തു. 1 കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ട് 29 എന്ന് കിട്ടി. അപ്പോൾ 29 അല്ലേ, പ്ലസ് അല്ലേ ഞാൻ കൊടുത്തത് CHലേക്ക്, അപ്പോൾ നമുക്ക് 29 കിട്ടി. അപ്പോൾ വീണ്ടും അല്ലേ വൈലിൽ കണ്ടീഷൻ നോക്കിയപ്പോൾ 5ഉം ഇയും ഒന്നല്ല നമ്മൾ പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഡൂ പ്രവർത്തിച്ചു. ഡൂവിൽ എന്താ, നമ്മൾ വീണ്ടും നമ്പർ 1 25ഉം നമ്പർ 2 4ഉം ആയി. ഓപ്പറേറ്റർ മെനു കാണിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ ഓപ്പറേറ്റർ എന്ന് കൊടുത്തപ്പോൾ ഞാൻ ഡിവൈഡർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 6.25 കിട്ടി.
അപ്പോൾ ഞാൻ ഡിവൈഡറല്ല യൂസ് ചെയ്തത്. അപ്പോൾ CHൽ ഞാൻ ഡിവൈഡറാണ്. അപ്പോൾ വൈഡിൽ നോക്കുമ്പോൾ ഞാൻ EO അതോ 5 ഒന്നും പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഡു വർക്ക് ചെയ്യും. അപ്പോൾ നമ്പർ 1 25, നമ്പർ 2 4 എന്ന് കാണിച്ചു. വീണ്ടും ഓപ്പറേറ്റർ മെനു എത്രയാണെന്ന് കാണിച്ചു. എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ 5 എന്ന് കൊടുത്തു. ഞാൻ 5നെ പ്രസ് ചെയ്തു. 5നെ പ്രസ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? താങ്ക് യു ഫോർ യൂസിങ് ദ പ്രോഗ്രാം, സ്വിച്ചിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് താങ്ക് യു ഫോർ യൂസിങ് ദ പ്രോഗ്രാം എന്ന് എഴുതി പുറത്തേക്ക് വന്നപ്പോൾ വൈഡിൽ എന്താ കണ്ടത്? CHൽ 5 അല്ലേ, 5 EO ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നിർത്തി. ഇതാണ് ഈ ഒരു പ്രോഗ്രാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് ഉള്ളത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ ലൂപ്പിലാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ലൂപ്പ് നമ്മളുടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കൺട്രോളിന് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു ഭാഗത്തേക്ക് നമ്മളുടെ പ്രോഗ്രാം കൺട്രോളിനെ കൊണ്ടുപോകും. ജമ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചാടുക എന്നല്ലേ, അല്ലെങ്കിൽ പോകുക എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു ഭാഗത്തേക്ക് നമ്മളുടെ പ്രോഗ്രാം കൺട്രോളിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഇവിടെ എന്താണെന്ന് പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. അതായത് ഒരു പ്രോഗ്രാം കൺട്രോളിനെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഇത്രയും ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാന്ന് പറയുന്നുണ്ട്. റിട്ടേൺ നമുക്ക് പരിചയമുള്ള ആളാണ് അല്ലേ. നമ്മളെല്ലാ പ്രോഗ്രാംസും ഇതുവരെ പറഞ്ഞതെല്ലാം പറയുമ്പോഴും ലാസ്റ്റ് ഒരു റിട്ടേൺ 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. ആ റിട്ടേൺ 0 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ മെയിൻ പ്രോഗ്രാം അവിടെ എക്സിറ്റ് ചെയ്ത് പ്രോഗ്രാം കൺട്രോളറിനെ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് റിട്ടേൺ 0 നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ റിട്ടേണും അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദ കോഡിംഗ് പ്രോഗ്രാം ഓർ ടു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ അല്ലേ. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ നിന്ന് കോൾ ചെയ്ത് കൊണ്ടുവരാനോ, അതായത് വാല്യൂവിനെ കോൾ ചെയ്ത് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ നമ്മളുടെ എൻ്റർ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് കം ഔട്ട് ചെയ്യാനോ പുറത്തേക്ക് വരാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഗോ ടു എന്താന്ന് പറയുന്നുണ്ട്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്, ഗോ ടു നോക്കുക. ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവേർ ഇൻ ദി ഫംഗ്ഷൻ അല്ലേ. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഒരു പ്രോഗ്രാം കൺട്രോളറിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത് ഗോ ടുവിന്. അപ്പോൾ ഗോ ടുവിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഗോ ടു ലാബൽ എന്ന് എഴുതി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ലാബൽ എന്താണെന്നും അവിടെ എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഇത് എഴുതുന്നെങ്കിലോ ഗോ ടു ലാബൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗോ ടു ലാബലിൻ്റെ താഴെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് ആ ലാബൽ എവിടെയാണോ എഴുതിയിട്ടുള്ളത് ആ ലാബലിൻ്റെ അവിടേക്കാണ് പോവുക. മനസ്സിലായോ? അപ്പോൾ ഗോ ടു ലാബൽ എന്ന് പറഞ്ഞാൽ താഴെ എന്തൊക്കെ എഴുതിയാലും ആ ലാബൽ എവിടെയുണ്ടോ അവിടേക്കാണ് ആ പ്രോഗ്രാം കൺട്രോൾ പോകുന്നത്. എന്നിട്ട് വീണ്ടും അവിടേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുക. അതാണ് ഗോ ടു ലാബൽ. ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിളിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഇൻറ്റ് i = 1 അല്ലേ. i 1 ആണെന്ന് ഡിക്ലെയർ ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റാർട്ട്, അതാണ് നമ്മുടെ ലാബിൽ. സ്റ്റാർട്ടിൽ എഴുതാണ് സി ഔട്ടിൽ i. അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? i പ്രിൻറ്റ് ചെയ്തു. ++i എന്ന് പറഞ്ഞപ്പോൾ i 2i. ഇഫിൽ കണ്ടീഷൻ നോക്കി 2 <= 50. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് പറഞ്ഞു. വീണ്ടും സ്റ്റാർട്ടിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? സി ഔട്ടിൽ ഐനെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ 2നെ പ്രിൻറ്റ് ചെയ്തു. ++i എന്ന് പറഞ്ഞപ്പോൾ i 3i. ഇഫിൽ നോക്കി 3 <= 50. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടിലേക്ക് വീണ്ടും പോയി. അപ്പോൾ സി ഔട്ടിൽ ഐനെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ 3നെ പ്രിൻറ്റ് ചെയ്തു. ++i എന്ന് പറയുമ്പോൾ i 4i.
അപ്പോൾ കണ്ടീഷൻ നോക്കി 4< > 50 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് വന്നു. സ്റ്റാർട്ടിലേക്ക് വീണ്ടും പോയി. ഇതെങ്ങനെ പോവും? 50 വരെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് ഫോൾസ് ആവുമ്പോൾ ഗോ ടു വർക്ക് ചെയ്യില്ല. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഗോ ടു യൂസ് ചെയ്യുന്നത്. ഗോ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലാബിൽ വെച്ചിട്ടുണ്ടോ, ആ ലാബിൽ എവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ അവിടേക്കാണ് ആ പ്രോഗ്രാം കൺട്രോളറിനെ അത് കൊണ്ടുപോകുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ബ്രേക്ക് പരിചയമുണ്ട്. എവിടെ? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ? ഓരോ കേസുകൾ കഴിയുമ്പോഴും നമ്മളവിടെ ബ്രേക്ക് വയ്ക്കുന്നുണ്ട്. എന്തിനാണ് ബ്രേക്ക് വയ്ക്കുന്നത്? അതായത് ഓരോ കേസ് കഴിയുമ്പോൾ ഏത് കേസിലാണോ മാച്ചിങ് വന്നിട്ടുള്ളത് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വർക്ക് ചെയ്ത് പുറത്തേക്ക് വരണം. ബാക്കിയുള്ള കേസുകളൊന്നും അവിടെ നോക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് അവിടെ യൂസ് ചെയ്യണത് അല്ലേ? കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് കാര്യത്തിനോടാണോ ആ ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് അത് മാത്രം പ്രിൻറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് നിർത്തി അല്ലേ? അത് ആ ബാക്കിയുള്ള എക്സിക്യൂഷൻ അവിടെ നിർത്തി വെച്ചിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ബ്രേക്കും. ഇവിടെ എന്താ ബ്രേക്ക്? ഇവിടെ പറയുന്നുണ്ട്, പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻകൗണ്ടേർഡ് ഇൻ എ പ്രോഗ്രാം ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് എൻക്ലോസിങ് ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? എപ്പോഴാണോ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പെട്ടെന്ന് വർക്കാവുന്നത്, വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്നോ പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോളറിനെ കൊണ്ടുവരും. ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒന്നും അവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല. അതാണ് ബ്രേക്ക്. ഇവിടെ ഒരു കോഡ് സെഗ്മെൻറ്റ് തന്നിട്ടുണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കേട്ടോ. ഇവിടെ നോക്കുക, i = 1 അല്ലേ? i 1 ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വൈൽ i < > 10, അതായത് 1 < > 10 ആണോ നോക്കി. ആണ്. അപ്പോൾ എന്താ വന്ന് ഉള്ളിൽ ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് അല്ലേ? ഒരു നമ്പർ എൻ്റർ ചെയ്തു. ആ നമ്പർ = 0 ആണോ നോക്കി. ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അല്ലെങ്കിലോ എൻ്റേർഡ് നമ്പറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിനെ അവിടെ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ഇൻസൈഡ് ദ ലൂപ്പാണെന്നുള്ളൊരു മെസ്സേജും വെച്ച് ++i ചെയ്ത് അതിനെ വീണ്ടും പ്ലസ് ആവും. അപ്പോൾ i എത്രയാവും? 2 ആവും. എന്നിട്ട് വൈലിൽ വരും അല്ലേ? വൈലിൽ വന്നിട്ട് എന്താ ചെയ്യുക? 2 < > 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്നു. നമ്മൾ നെക്സ്റ്റ് ഒരു നമ്പർ എൻ്റർ ചെയ്തു. ആ നമ്പർ = 0 ആണോ നോക്കി. ആണെങ്കിൽ ബ്രേക്ക് ആവും. അല്ലെങ്കിൽ സി ഔട്ടിൽ എൻ്റേർഡ് നമ്പറീസ് എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നെ ഡിസ്പ്ലേ ചെയ്യും. സി ഔട്ടിൽ നെക്സ്റ്റ് ഒരു മെസ്സേജും വെക്കും. ഇൻസൈഡ് ദ ലൂപ്പ് എന്നൊരു മെസ്സേജും വെക്കും. ++i ചെയ്യും. അപ്പോൾ i എത്രയാവും? 3 ആവും. 3 ആയി വീണ്ടും വൈലിൽ വരും. 3 < > 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു നമ്പർ എൻ്റർ ചെയ്യണം. ഞാൻ കൊടുത്തത് 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ടീഷൻ നോക്കും. 0 അതായത് 0 = 0 ആണോ നോക്കും. ട്രൂ ആയില്ലേ? അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ബാക്കിയൊന്നും വർക്ക് ചെയ്യില്ല. നേരെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് കം ഔട്ട് ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. മനസ്സിലായോ? അപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പിൽ നിന്നോ സ്വിച്ചിൽ നിന്നോ പുറത്തേക്ക് കൊണ്ടുവരാൻ, പ്രോഗ്രാം കൺട്രോളറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് നോക്കുക, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, continuous statement is another jump statement used for skipping over a part of the code within the loop body and forcing the next iteration. അതായത് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? കറൻ്റ്ലി ബ്രേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിർത്തി വെച്ച് അത് പുറത്തേക്ക് വരും അല്ലേ? പിന്നെ അവിടെ ഒന്നും വർക്ക് ചെയ്യില്ല. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഇത് കണ്ടീഷനാണോ മാച്ചിങ് വരുന്നത്, അപ്പോൾ ഉള്ള ബാക്കിയുള്ള എക്സിക്യൂഷൻ അവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് ഐറ്ററേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ യൂസ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് നോക്കാം. ഫോർ i = 1 i < > 10 ++i. അപ്പോൾ i 1 ആണ്. 1 < < 10 ആണോ നോക്കി. ട്രൂ ആണ്. അപ്പോൾ ഉള്ളിലേക്ക് വന്നു. 1 = 6 ആണോ നോക്കി. അല്ലല്ലോ. അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല. സി ഔട്ടിൽ വന്നിട്ട് 1 പ്രിൻറ്റ് ചെയ്തു. ഇത് താഴെ ഔട്ട്പുട്ടിലുണ്ട് 1 പ്രിൻറ്റ് ചെയ്തു. വീണ്ടും 4ൽ വന്നു. ++i ചെയ്തപ്പോൾ i 2 ആയി. 2 < > 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്നു. 2 = 6 ആണോ നോക്കി. അല്ല. അപ്പോൾ കണ്ടിന്യൂയിലേക്ക് പോയില്ല. സി ഔട്ടിൽ 2നെ പ്രിൻറ്റ് ചെയ്തു. 2 നമുക്ക് വന്നു. നെക്സ്റ്റ് ++i 4ലേക്ക് പോയി ++i ചെയ്തു. i 3 ആയി. 3 < > 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്നു. ഇഫിൽ 3 = 6 ആണോ നോക്കി. അല്ല. അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്തില്ല. സി ഔട്ടിൽ 3നെയും പ്രിൻറ്റ് ചെയ്തു. വീണ്ടും 4ൽ പോയി ++i ചെയ്തു. i 4 ആയി.
4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്ന് ഇഫിൽ 4 ഈക്വൽ ടു 6 ആണോ എന്ന് ചെക്ക് ചെയ്തു. അല്ല അല്ലേ, അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്തില്ല. 4നെ പ്രിൻറ്റ് ചെയ്തു അവിടെ അല്ലേ. ഇനി ഫോർ ലൂപ്പിൽ പോയി പ്ലസ് ഐ ചെയ്തു, ഐ 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്നു ഇഫിൽ 5 ഈക്വൽ ടു 6 ആണോ നോക്കി. അല്ല, അപ്പോൾ കണ്ടിന്യൂ വർക്കായില്ല. നേരെ സി ഔട്ടിൽ വന്ന് 6നെ ഡിസ്പ്ലേ ചെയ്തു, 5നെ ഡിസ്പ്ലേ ചെയ്തു. നേരെ 4ൽ പോയി പ്ലസ് ഐ പറഞ്ഞു, ഐ 6 ആയി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഇഫിൽ വന്ന് 6 ഈക്വൽ ടു 6 ആണോ നോക്കി. ആണ് അല്ലേ, അപ്പോൾ കണ്ടിന്യൂ അവിടെ വർക്കാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്ത് കളയും, പിന്നെ ഒന്നും വർക്കാവില്ല. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് വീണ്ടും 4ൽ വന്നു. നെക്സ്റ്റ് വീണ്ടും 4ൽ വന്നിട്ട് ഐ പ്ലസ് ചെയ്തു. അപ്പോൾ ഐ എത്രയായി? 7 ആയി. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്നു ഇഫിൽ 7 ഈക്വൽ ടു 6 ആണോ നോക്കി. അല്ല, അപ്പോൾ കണ്ടിന്യൂവിലേക്ക് പോയില്ല. സി ഔട്ടിൽ 7 ഡിസ്പ്ലേ ചെയ്തു. അങ്ങനെ 7, 8, 9, 10 അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൽ ആരില്ല? 6 ഇല്ല അല്ലേ. കണ്ടിന്യൂ മനസ്സിലായെന്ന് വിചാരിക്കണു. കണ്ടിന്യൂ ആയിട്ട് മാച്ചിങ് വരുന്ന എപ്പോഴാണോ അങ്ങനെ മാച്ചിങ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വർക്കാവില്ല. എന്നിട്ട് നെക്സ്റ്റ് ഇറ്ററേഷൻ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് നമുക്ക് 1, 2, 3, 4, 5, 7, 8, 9, 10 വന്നത്. ഇനി ഇവിടെ കണ്ടിന്യൂവിന് പകരം ബ്രേക്കാണ് യൂസ് ചെയ്യുന്നെങ്കിലോ, ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ ബ്രേക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നെങ്കിലോ ബാക്കിയുള്ളതൊന്നും വർക്ക് ചെയ്യില്ല അല്ലേ. നമുക്ക് 5 വരെ വരുള്ളൂ, ബാക്കിയൊന്നും അവിടെ വരില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്.